നമ്മൾ നേരത്തെ പറഞ്ഞു വെക്റ്റർ മീഡിയേറ്റഡ് ആയിട്ടുള്ള ജീൻ ട്രാൻസ്ഫറുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു ക്ലോണിങ് വെക്റ്ററിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ജീനുകളെ ട്രാൻസ്ഫർ ചെയ്യുക. സോ നമ്മൾ ഈ പറഞ്ഞ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയൊക്കെ നമ്മളൊരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ പാത്തോജൻസിനെ ടൂളായിട്ട് ഉപയോഗിക്കുന്നു ഫോർ ഡെലിവറിങ് ജീൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഡെലിവർ ചെയ്യാനായിട്ട് നമ്മൾ ആരെയാണ് ഉപയോഗിച്ചത് നേരത്തെ? പാത്തോജൻസ്. സോ പാത്തോജൻസിനെ ഒരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിച്ച് അവയെ ഒരു യൂസ്ഫുൾ വെക്റ്റർ ഫോർ ഡെലിവറിങ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അത് ഹ്യൂമൻസിലേക്കും, അതാണ് നമ്മൾ പ്ലാന്റ്സിലേക്കാണെങ്കിൽ എഗ്രോ ബാക്ടീരിയം, അനിമൽസിലേക്കാണെങ്കിൽ റിട്രോ വൈറസ്. സോ ഈ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒരു ടൂള് അല്ലെങ്കിൽ യൂസ്ഫുൾ വെക്റ്ററായിട്ട് നമ്മൾ ആ ടൂളിനെ, പാത്തോജൻ എന്ന് പറഞ്ഞ ടൂളിനെ ഒരു യൂസ്ഫുൾ വെക്റ്ററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഇൻ ഓർഡർ ടു ഡെലിവർ ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഡെലിവർ ചെയ്യാൻ, ഈവൻ നമ്മളുടെ ഹ്യൂമൻസിലേക്കാണെങ്കിൽ കൂടി. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വെക്റ്റർലെസ് ജീൻ ട്രാൻസ്ഫർ. വെക്റ്ററുകളില്ലാതെ എങ്ങനെയാണ് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യണം. സോ വെക്റ്റർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ പറഞ്ഞു. ഇപ്പോൾ വെക്റ്റർ ഇല്ലാത്ത രീതിയിൽ, വെക്റ്ററിൻ്റെ സഹായമില്ലാതെ എങ്ങനെയാണ് നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. സോ നമ്മളൊരു പെർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഒരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ഓർഗാനിസം നമ്മൾ കൊടുക്കുന്ന ആ DNA അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ജീനെ എന്തിനാ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണം. സോ അതിനുവേണ്ടി നമ്മൾ ഏത് ഹോസ്റ്റ് സെല്ലിലേക്കാണോ കൊടുക്കുന്നത് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവണ ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പറയുന്നത് കോമ്പീറ്റൻറ്റ്. ആ ഹോസ്റ്റ് സെല്ല് കോമ്പീറ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഈ റീകോമ്പിനൻ്റ് DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അത് സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അതിനെ എക്സ്പ്രസ് ചെയ്യാനും പറ്റുള്ളൂ. സോ ആദ്യം പറയുന്നത് കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ്. എങ്ങനെയാണ് നമ്മളൊരു ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കുക, ഇതിനെ സ്വീകരിക്കാൻ പാകത്തിനുള്ള ഒരു സെല്ലായിട്ട് എങ്ങനെയാണ് നമ്മളതിനെ തയ്യാറാക്കിയെടുക്കാം. സോ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റീകോമ്പിനൻ്റ് DNA. സോ റീകോമ്പിനൻ്റ് DNAനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരു കോമ്പീറ്റൻറ്റ് ഹോസ്റ്റായിട്ട് നമ്മളെങ്ങനെ അതിനെ മാറ്റിയെടുക്കാം, എങ്ങനെയാണ് ഒരു ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കി മാറ്റിയെടുക്കുക. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളൊരു DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഒരു ഓർഗാനിസത്തിലേക്ക്, അത് ഹോസ്റ്റ്, അത് ബാക്ടീരിയോ പ്ലാന്റോ എനിമലോ ഏതോ ആയിക്കോട്ടെ, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് DNA-നെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. സോ DNA എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ്. ഹൈഡ്രോഫിലിക് എന്താണ്? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് വാട്ടർ ലവിങ് ആണ്. സോ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് DNA. സോ DNA-ക്ക് ഒരിക്കലും നമ്മുടെ പ്ലാസ്മ മെമ്പറൈനിലൂടെ ഡയറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. ബിക്കോസ് പ്ലാസ്മ മെമ്പറൈൻ എന്താണ്? ലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ലിപ്പിഡ് ബൈലെയർ എന്താണ്? ഹൈഡ്രോഫോബിക് ആണ്. സോ അതിലൂടെ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിന് മാത്രമേ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ DNA ഒരു ഹൈഡ്രോഫിലിക് മോളിക്യൂൾ ആയതുകൊണ്ട് ഈ പ്ലാസ്മ മെമ്പറിലൂടെ ഡയറക്റ്റായിട്ട് പാസ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയനെ നമ്മൾ കൊടുക്കുന്ന പ്ലാസ്മിഡുകളെ, ബാക്ടീരിയ നമ്മൾ ഫോഴ്സ് ചെയ്യണം, ബാക്ടീരിയ കൊണ്ട് ഈ കൊടുക്കുന്ന പ്ലാസ്മിഡ് അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ എടുക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ബാക്ടീരിയൽ സെല്ലുകളെ എന്ത് ചെയ്യണം? കോമ്പീറ്റൻ്റ് ആക്കണം. ബാക്ടീരിയൽ സെല്ലുകൾ കോമ്പീറ്റൻ്റ് ആയാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന DNA, അത് പ്ലാസ്മിഡ് DNA അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ DNA-നെ അത് ടേക്കപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ. സോ ആ കോമ്പീറ്റൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാക്ടീരിയൽ സെൽസുകളെ എല്ലാം അല്ലെങ്കിൽ ഏത് ഓർഗാനിസമാണോ ഇതിനെ സ്വീകരിക്കാൻ പോകുന്നത് ആ കോമ്പീറ്റൻറ്റ് ഹോസ്റ്റിനെ നമ്മൾ സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലൻ കാറ്റയോൺ വെച്ച് ട്രീറ്റ് ചെയ്യണം. അതാണ് ആദ്യം പറയുന്നത്, ട്രീറ്റ് വിത്ത് ഡൈവാലൻ കാറ്റയോൺ. ഫോർ എക്സാമ്പിൾ കാൽസ്യം പോലത്തെ ഡൈവാലൻ കാറ്റയോൺ വെച്ച് ഈ പറഞ്ഞ ബാക്ടീരിയൽ സെല്ലുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. സോ ബാക്ടീരിയൽ സെൽസ് ആർ ട്രീറ്റഡ് വിത്ത് ഡൈവാലൻ കാറ്റയോൺ ലൈക്ക് കാൽസ്യം. അതിനുശേഷം അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡൈവാലൻ കാറ്റയോൺ, കാൽസ്യം പോലെയുള്ള ഡൈവാലൻ കാറ്റയോൺ വെച്ച് ഈ ബാക്ടീരിയൽ സെല്ലിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ആസ് ദ എഫിഷ്യൻസി വിത്ത് വിച്ച് ദ DNA എൻറ്റേഴ്സ്. DNA എൻ്റർ ചെയ്യാനുള്ള ആ എഫിഷ്യൻസി കൂടാൻ തുടങ്ങും. ബാക്ടീരിയൽ സെല്ലിൻ്റെ DNA എൻ്റർ ചെയ്യാനുള്ള, അതിന് ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് DNA എൻ്റർ ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടുന്നു. കാരണം നമ്മൾ ആ ഹോസ്റ്റ് സെല്ലിനെ ഡൈവാലൻ കാറ്റയോൺ വെച്ചിട്ട്, ഒരു സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലൻ കാറ്റയോൺ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ കാൽസ്യം വെച്ച് ട്രീറ്റ് ചെയ്തു. നമ്മൾ കാൽസ്യം ക്ലോറൈഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും.
സോ കാൽസ്യം ക്ലോറൈഡ് ട്രീറ്റ്മെൻറ്റിലൂടെ ഈ ബാക്ടീരിയൽ സെൽ അല്ലെങ്കിൽ ഹോസ്റ്റ് സെൽസ് എന്തായിരുന്നു, അവർ ഈ പറഞ്ഞ DNA ഓഫ് ഇൻട്രസ്റ്റിനെ എടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. സോ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് എഫിഷ്യൻസി വിത്ത് വിച്ച് DNA എൻ്റർ ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ള എഫിഷ്യൻസി കൂടാൻ തുടങ്ങുന്നു കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽസ്യം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ. സോ അതുമൂലം എന്താ ഇൻക്രീസസ് എഫിഷ്യൻസി വിത്ത് വിച്ച് DNA എൻറ്റേഴ്സ് ദ ബാക്ടീരിയയിലേക്ക് എൻ്റർ ചെയ്യുന്ന DNAയുടെ എഫിഷ്യൻസി കൂടുന്നു ത്രൂ ദ പോഴ്സ് ഇൻ ഇറ്റ് സെൽ വോൾ. സോ ബാക്ടീരിയൽ സെൽ വോളിൽ കുറച്ച് പോർസുകൾ, ആ ഹോളുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് DNA എൻ്റർ ചെയ്യാനുള്ള എഫിഷ്യൻസി ഇൻക്രീസ് ആവുന്നു ത്രൂ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കാറ്റയോൺ, ഡൈവാലൻ കാറ്റയോൺ കോൾ കാൽസ്യം. സോ റീകോമിനൻ്റ് DNA, നമ്മൾ ഈ റീകോമിനൻ്റ് DNA അതിനുശേഷം ഇങ്ങനെയുള്ള ആ റീകോമിനൻ്റ് DNA ഫോഴ്സ്ഡ് ഇൻ ടു സച്ച് സെൽ, നമ്മൾ പ്രിപ്പയർ ചെയ്ത ആ റീകോമിനൻ്റ് DNA ഇതുപോലത്തെ ബാക്ടീരിയൽ സെല്ലുകളിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്ത് കയറ്റിവിടാൻ നോക്കുന്നു. അതെങ്ങനെയാണ് ഫോഴ്സ് ചെയ്യുന്നത്? ബൈ ഇൻക്യുബേറ്റിംഗ് ദ സെൽസ്. നമ്മുടെ ഈ ബാക്ടീരിയൽ സെൽസിനെ ഇൻക്യുബേറ്റ് ചെയ്യണു വിത്ത് റീകോമിനൻ്റ് DNA ഓൺ ഐസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റീകോമിനൻ്റ് DNA ഏത് ബാക്ടീരിയ സെല്ലിക്കാണോ നമ്മൾ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ഹോസ്റ്റ് സെല്ലിക്കാണോ കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ബാക്ടീരിയ സെല്ലാണ് ഉദ്ദേശിക്കുന്നത്. സോ ബാക്ടീരിയൽ സെല്ലും ഈ റീകോമിനൻ്റ് DNA നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ഐസിൽ വെച്ച് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു ആ സെൽ വോളിൽ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പോർസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ ഡൈവാലൻ കാറ്റയോണായ കാൽസ്യം. കാൽസ്യത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം കാൽസ്യം വെച്ച് ബാക്ടീരിയൽ സെൽസ് ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എഫിഷ്യൻസി ടു ഇൻടേക്ക് ദ DNA. സോ ബാക്ടീരിയൽ സെല്ലുകളിൽ പോർസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. അങ്ങനെ ആ റീകോമിനൻ്റ് DNA നമ്മൾ എന്ത് ചെയ്യുന്നു, റീകോമിനൻ്റ് DNA നമ്മൾ ഈ പറഞ്ഞ ബാക്ടീരിയൽ സെല്ലുമായിട്ട് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കുന്നു ഐസിൽ. സോ ഐസിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ആ ഐസിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഫോളോഡ് ദം ബ്രീഫ്ലി അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. ഐസിൽ നിന്ന് അതിനെടുത്ത് 42 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുന്നു, അതായത് ഹീറ്റ് ഷോക്ക്. സോ ആൾട്ടർനേറ്റ് ഹീറ്റ് ആൻഡ് കൂൾ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. സോ ആദ്യം ഐസിൽ വെച്ചു, പിന്നെ അതിനെ കുറച്ച് നേരത്തേക്ക് ഒരു 42 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു, പിന്നെ വീണ്ടും അതിനെ എടുത്തിട്ട് ഐസിൽ വെക്കുന്നു. സോ ഐസിൽ വെച്ചു, റീകോമിനൻ്റ് DNAയും ബാക്ടീരിയൽ സെല്ലും കൂടി ഐസിൽ വെക്കുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് നേരത്തേക്ക് ഹീറ്റ് ഷോക്ക് കൊടുക്കുന്നു 42 ഡിഗ്രി സെൽഷ്യസ്. അത് കഴിഞ്ഞ് വീണ്ടും അതിനെ ഐസിൽ വെക്കുന്നു, തിരിച്ചതിനെ ഐസിലേക്ക് എടുത്തു വെക്കുന്നു. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് കൂളിംഗ് ആൻഡ് ഹീറ്റിങ്ങിന് ശേഷം എന്ത് സംഭവിക്കുന്നു, വിച്ച് എനേബിൾ ദ ബാക്ടീരിയ ടു ടേക്ക് അപ്പ് ദ റീകോമിനൻ്റ് DNA. ഫൈനലി ഈ ബാക്ടീരിയ ഈ റീകോമിനൻ്റ് DNA എടുക്കാനായിട്ട് കോമ്പീറ്റൻ്റ് ആവുന്നു, റെഡി ആവുന്നു. ഇങ്ങനെയാണ് ഒരു എന്താ പറയുക വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫറിൻ്റെ ഒരു ഭാഗം. സോ ഇവിടെ ഒരു വെക്ടറിൻ്റെ സഹായത്തോടു കൂടിയല്ല, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഹോസ്റ്റ് സെല്ല് കോമ്പീറ്റൻ്റ് ആവുക എന്നുള്ളത്. അത് കോമ്പീറ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം അതിനെ ഡൈവാലൻ കാറ്റയോൺ വെച്ച് സ്പെസിഫിക് കോൺസെൻട്രേഷനിൽ ട്രീറ്റ് ചെയ്യണു, അതായത് കാൽസ്യം ക്ലോറൈഡ് ട്രീറ്റ്മെൻറ്റ്. അതിനുശേഷം അതിനെ എന്ത് ചെയ്യുന്നു, അത് ആ കാൽസ്യം ക്ലോറൈഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ബാക്ടീരിയൽ സെൽ വോളിൽ പോർസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ റീകോമിനൻ്റ് DNA അവിടെ ഉണ്ടായ നമ്മൾ കൊടുക്കുന്ന ആ റീകോമിനൻ്റ് DNA ഇതുപോലത്തെ സെല്ലുകളിലേക്ക് ഫോഴ്സ് ചെയ്യണം. എങ്ങനെയാണ് ഫോഴ്സ് ചെയ്യണേ, നമ്മുടെ റീകോമിനൻ്റ് DNAനെയും ഈ പറഞ്ഞ ബാക്ടീരിയൽ സെല്ലിനെയും കൂടി ഐസിൽ ഇൻക്യുബേറ്റ് ചെയ്യാൻ അനുവദിച്ച് അതിനുശേഷം അതിനെ ഹീറ്റ് ഷോക്ക് 42 ഡിഗ്രി സെൽഷ്യസ് കുറച്ച് നേരം വെച്ചിട്ട് വീണ്ടും അതിനെ ഐസിൽ വെക്കുമ്പോൾ പിന്നീട് ആ ബാക്ടീരിയൽ സെല്ല് അല്ലെങ്കിൽ ബാക്ടീരിയ ഇപ്പോൾ നമ്മൾ കൊടുത്ത റീകോമിനൻ്റ് DNA സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നു. അതാണ് മേക്കിംഗ് ദ ഹോസ്റ്റ് കോമ്പീറ്റൻറ്റ്. ഇപ്പോൾ ഹോസ്റ്റ് കോമ്പീറ്റൻ്റ് ആണ് ഇൻ ഓർഡർ ടു ആക്സെപ്റ്റ് ദ റീകോമിനൻ്റ് DNA.